രഞ്ജിത്ത് മാറണോ എന്നുള്ളത് രഞ്ജിത്ത് തന്നെ ഇന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ, വകുപ്പ് മന്ത്രിയുണ്ട്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുണ്ട് അതിൻ്റെ മുകളിൽ. അവർ തീരുമാനിക്കുകയാണെങ്കിൽ രഞ്ജിത്ത് സ്വാഭാവികമായും മാറേണ്ടി വരും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രഞ്ജിത്ത് മാറേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ ജനറൽ കൗൺസിലിലെ 15 അംഗങ്ങളിൽ ചിലർ ഇന്ന് പ്രത്യേക യോഗം ചേർന്നു, എന്നിട്ട് കത്തെഴുതി എന്നാണ് പറയുന്നത്. ജനറൽ കൗൺസിലെ 15 പേര് എന്ന് പറയുന്നത് വ്യത്യസ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വരുന്ന നോമിനികളായിരിക്കും സ്വാഭാവികമായും അവിടെ നിയോഗിക്കപ്പെടുക. 15-ൽ 9 ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 9-ൽ ഒരു പ്രധാനപ്പെട്ട ആൾ കുക്കു പരമേശ്വരനാണല്ലോ. കുക്കു പരമേശ്വരനെ ഓൺലൈനായിട്ട് പങ്കെടുത്തു. കുക്കു പരമേശ്വരൻ പക്ഷെ അത് നിഷേധിക്കുകയാണ്. ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കുക്കു പരമേശ്വരൻ ഉണ്ടായിരിക്കും. പക്ഷേ കുക്കു പരമേശ്വരൻ പറയുന്നത് ഞാൻ രഞ്ജിത്തിനെതിരെ ആ നിലയിൽ അങ്ങനെ ഒരു പരാതി പറയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കുക്കു ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ജനറൽ കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങൾ തീരുമാനിച്ചിട്ടൊന്നും അല്ല സാധാരണഗതിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പുറത്താക്കുക എന്നുള്ളത്. അതിൻ്റെ മുകളിൽ എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട്, അതിൻ്റെ മുകളിൽ സെക്രട്ടറി ഉണ്ട്, അതിൻ്റെ മുകളിൽ വൈസ് ചെയർമാനുണ്ട്, അതിൻ്റെ മുകളിലാണ് ചെയർമാൻ എന്നുള്ളത്. അപ്പോൾ നിലവിൽ രഞ്ജിത്തിനെതിരെ എന്ത് ആക്ഷേപമാണ് എന്ന് പറയുന്നത് ഏകാധിപത്യ പ്രവണത എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും എക്സിക്യൂട്ടീവ് കൗൺസിൽ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം രഞ്ജിത്ത് നടപ്പാക്കുന്നത്. വർഷത്തിൽ 1-2 തവണ ചേരുന്ന ജനറൽ കൗൺസിൽ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് സാധാരണഗതിയിൽ ചെയർമാൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം രഞ്ജിത്ത് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവ് കൗൺസിലും വേണമെങ്കിൽ സാംസ്കാരിക മന്ത്രി, ചലച്ചിത്ര മന്ത്രിയും ഒക്കെ തന്നെയും പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. നോക്കൂ, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ നമുക്ക് ചലച്ചിത്ര എഴുത്തുകാരെ നോക്കൂ സ്മൃതി. ഒന്ന് നമുക്ക് ശ്രീനിവാസനെ കാണാം, ലോഹിദാസിനെ കാണാം, ദാമോദരൻ മാഷെ കാണാം, MT-യെ കാണാം, പത്മരാജനെ കാണാം. അങ്ങനെ വളരെ വിരലിലെണ്ണാവുന്ന ചിലരിൽ ഒരാളാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല, മലയാള സിനിമയുടെ ഒരു കച്ചവട മൂല്യം എന്താണ്, ഒരു നല്ല സിനിമ എടുക്കുക എന്നതിനപ്പുറത്തേക്ക് കച്ചവട മൂല്യം എന്താണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് രഞ്ജിത്ത് എന്ന് പറയുന്നയാൾ. മാത്രമല്ല, നോക്ക്, ഞാനൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ TV കാണുന്ന സമയത്ത് പലതരത്തിലുള്ള ഭാഷയിൽ നിന്ന് സിനിമകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒഡീഷ, മറാഠി, അങ്ങനെ നിരവധിയായിട്ടുള്ള ഭാഷകളിൽ നിന്നുള്ള സിനിമ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ 1980-കളിലൊക്കെ അല്ലെങ്കിൽ 90-കളിൽ വരെയൊക്കെ തന്നെയും. പിന്നീട് നമ്മുടെ രാജ്യത്തെ ഭാഷാ സിനിമകളിൽ എവിടെയൊക്കെ ഇൻഡസ്ട്രി ആയിട്ട് അതിന് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരുപക്ഷെ ബോളിവുഡ് കഴിഞ്ഞാൽ, തമിഴ് തെലുങ്ക് ചലച്ചിത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു വിപണിയുള്ള ചലച്ചിത്ര മേഖല എന്ന് പറയുന്നത് മലയാളമാണ്, കേരളമാണ്. അപ്പോൾ അതിനൊക്കെ നല്ല നിലയിൽ ഈ കൊമേഴ്സ്യൽ സിനിമകൾ ഉണ്ടാക്കുകയും ആ കൊമേഴ്സ്യൽ സിനിമകളിലൂടെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാള സിനിമയെ ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൊമേഴ്സ്യൽ സിനിമാ സംവിധായകനാണ് രഞ്ജിത്ത്. രഞ്ജിത്ത് നല്ല ഒരുപാട് ചലച്ചിത്രങ്ങൾ രചിച്ചിട്ടുണ്ട്, നല്ല ഒരുപാട് ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെ ഒരു സിനിമാ മേഖലയിലുള്ള റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ മികവിൽ തന്നെയാണ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ ഒരു ജനറൽ കൗൺസിൽ അംഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യോഗം ചേർന്നാലൊന്നും തെറിക്കുന്ന പദവിയിലല്ല രഞ്ജിത്തിരിക്കുന്നത്. Meet the editors.